യേശുവിൽ വിശ്വസിക്കാത്തവർ വിശ്വാസികളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ശാശ്വത ഫലമാണ് നേരിടുന്നത്. ദൈവവുമായും നിത്യജീവനുമായും അനുരഞ്ജനത്തിനുള്ള വഴി യേശുവാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 14:6. യേശുവിൽ വിശ്വാസമില്ലാതെ വ്യക്തികൾ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് വേർപിരിയുന്ന സ്വാഭാവിക അവസ്ഥയിൽ തുടരുന്നു. റോമർ 3. ഈ വേർപിരിയലിന്റെ അനന്തരഫലങ്ങൾ ആത്മീയ മരണമായി വിവരിക്കപ്പെടുന്നു. ഇത് നരകം എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ ദൈവത്തിൽ നിന്നുള്ള നിത്യമായ വേർപിരിയലേക്ക് നയിക്കുന്നു. 2 തെസ്സലോനിക്കർ 1:9. ഇത് കഷ്ടപ്പാടുകളുടെ ഒരു ഭൗതിക സ്ഥലം മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യവും സമാധാനവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥ കൂടിയാണ്. എന്നിരുന്നാലും ബൈബിൾ ദൈവത്തിന്റെ സ്നേഹത്തെയും ക്ഷമയെയും ഊന്നിപ്പറയുന്നു. ആരും നശിച്ചുപോകരുതെന്നും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും ആഗ്രഹിക്കുന്നു. 2 പത്രോസ് 3:9. യേശുവിന്റെ സന്ദേശം പ്രത്യാശയുടേതാണ്. മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരുന്നതിനും ദൈവത്തോടൊപ്പം നിത്യജീവൻ അനുഭവിക്കുന്നതിനും വേണ്ടി സുവിശേഷം പങ്കിടാൻ വിശ്വാസികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. മത്തായി 28. ആത്യന്തികമായി ദൈവം നീതിമാനും കരുണാനിധിയുമാണെന്ന് സ്ഥിരീകരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം അവനെ നിരസിക്കുന്നവർ അവരുടെ തിരഞ്ഞെടുപ്പിന്റെ അനന്തരഫലങ്ങൾ അഭിമുഖീകരിക്കുന്നു. അത് ദൈവത്തിൽ നിന്നുള്ള ശാശ്വതമായ വേർപിരിയലാണ്. കൂടുതൽ വീഡിയോകൾ കാണാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.